ഞാൻ ഇതൊരു ഓണാക്കി എല്ലാം എന്തെങ്കിലും പാളലാണെല്ലാം ഓണാക്കാതെ കുറെ സംസാരിച്ചു. അപ്പോൾ ഹായ് ഗായ്സ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കസിൻസ് ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണ്? കക്കാടംപൊഴി. അതെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസാണ്, എൻ്റെ അനിയത്തിമാരാണ്. ഞാൻ ചേച്ചി അല്ലേ, കണ്ട പറയില്ലല്ലോ. ഒക്കെ തിന്ന ഞാൻ മാലം 4 മണിയായൊരു ചായ നിർബന്ധം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവരെ എല്ലാവരും ഇവിടെ ഇറക്കിപ്പിച്ചു. നല്ലൊരു കഫേ ഉണ്ടോ, കക്കാടംപൊയിലിന് അടുത്ത് തന്നെയുള്ളൊരു കഫേയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. താഴെയാണ് വരെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുന്നത്. ഒരു കഫേയിൽ വന്നിട്ട് ചായ കുടിക്കുന്ന പോലാണിത്, വീട്ടിൽ നിന്ന് കഴിക്കണ പോലെ. അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടിരിക്കാം. പക്ഷെ ഇവന്മാർ രണ്ട് ഈ ബെഞ്ചിൽ നിന്ന് എണീക്കൂല പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് തിന്നത്. ഷാമീനെ രണ്ടാളും കൂടി കൈയോടെ കൊണ്ടുപോകുന്നത് ഇന്ന് തിന്നതിൻ്റെ ബില്ല് കൊടുക്കാനാണ് കേട്ടോ. ചേട്ടാ ബില്ല് എത്ര പറയൂ? ഷാമി ഷാമി ഗജാഞ്ചി ഷാമി ഷാമി. അങ്ങടെ ഒരു ബില്ല് പേ ചെയ്തേന്റെ ഇതാണ് നമ്മുടെ സ്റ്റേക്കേഷൻ. അവിടെയാണ് നമ്മുടെ കസിൻസിൽ ഒരു പണിയെടുക്കുന്നത്. എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ എന്നുള്ള ഭാവത്തിലിരിക്കുന്നു. ഇവിടുത്തെ മെയിൻ അതാ നടുവിലിരിക്കണാണ്. കണ്ടോ, തിന്നെ തിന്ന് പണിയെടുക്കണമെങ്കിൽ എന്നെ സമീപിച്ചോട് അറിയില്ല. അങ്ങനെയാണ് നടുവിലെ ഇരിക്കണവള്. അമ്മച്ചിയാണ് ഞങ്ങള് വെച്ചിരിക്കുന്നുണ്ട്. ഗ്യാസ് ഒന്നും വേണ്ട, ഞങ്ങൾ വെറും അടുപ്പിലാണ് ഞങ്ങളിവിടെ വന്നപ്പോ മഴ ചാറുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഗ്യാസ് ഇല്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അടുപ്പ് കൂട്ടണം, പിന്നെ അതുപോലെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ ഫുൾ തിരക്കിലായി. നമുക്ക് ഇത് ഇങ്ങനെ സെർവ് ചെയ്താലോ? എന്തായാലും ഗ്യാസ് ഇല്ല. ഇത് തിന്ന, എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. അതെ, നാരങ്ങ നിൽക്കുക, വെള്ളം കുടിക്കുക. അടുപ്പില്ല. പണിയെടുക്കാത്ത ഒരുത്തി. ജസ്റ്റ് നമ്പർ 2. ഇതാണ് 1 മെയിൻ അമ്മായി. ഇവിടെ ഷോ എപ്പോ തുടങ്ങിയതാ നമുക്കറിയോ? അതെ, രണ്ടാമത്തെ അമ്മായി. ഞാൻ വെളുത്തുള്ളി അത്രയും വെളുത്തുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. അരിഞ്ഞതായിരുന്നു ഇത്രയും. അടുപ്പെത്തിക്കാൻ ഞങ്ങൾക്കിവിടെ ഓല കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഓല. അപ്പോൾ ഓല പോയി പറിക്കാൻ പറ്റണില്ല എനിക്ക്. ആങ്ങളമാർ വരുന്നുണ്ട്, അവൻ വരുന്നു. അതെ കത്തിച്ചിന്റെ ചേച്ചി അടുപ്പിന്റെ നടുവിലെത്തിയിട്ടുണ്ട്. ആമി പണിയെടുത്തില്ലെങ്കിലും ഭയങ്കര അധ്വാനാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ അടുപ്പ് കത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അരിയിടൽ ആകെ പോക്കിയല്ലോ.
നമ്മുടെ ഇവിടൊക്കെ കാടാണ്. നല്ല പുതിയ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ നിർത്തിക്കുള്ളൂ. ഇവിടെ പോയാലും പുലീനെയോ ഇല്ല. മേമ ശക്തിമാനല്ലല്ലോ. ബൂബുവിന് പറ്റുമോ? ബൂബുവിന് പറ്റുമോ? ഊഞ്ഞാലില് ഉന്തി തരാല്ലോ. റെഡി റെഡി ഹായ് പറഞ്ഞ ഹായ്. ഹായ് ഗായ്സ്, ഞങ്ങൾ ഈ പുള്ളി ചാടാൻ പോവാണ്. നല്ല തണുപ്പാണ്. അതെ അതെ. സ്കൂളിലാണ് ഗായ്സ്, സ്കൂളിലാണ്. നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി വന്നതാണ്. ഒരു തീര മറുതീര എന്നെ കാണുന്നുണ്ടോ? ഞാൻ തന്നെ എൻ്റെ എത്രയോ ആൾക്കാരുടെ എൻ്റെ വീഡിയോ എടുക്കാൻ ആരുമില്ല. എൻ്റെ ഈ പെണ്ണിന് വീഡിയോ എടുക്കാൻ അറിയില്ല അത്ര. എന്താണോ അയല്? ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഞങ്ങൾ എല്ലാവരും എണീറ്റു. ഇനി ബാക്കിയുള്ള ടീംസ് കാണിച്ചാ. ഹായ്, ഹലോ ഗായ്. ആരവിടെ? കിളിയേ കിളിയേ മണി മണിമേ. ഉറങ്ങിയാലും എണീറ്റാലും ആ സ്റ്റൈല് വിട്ട് ഞാൻ എങ്കിലും പോകാൻ കൂടിയാണ്. ഷാബിക്ക് റേഞ്ച് ഇല്ലാഞ്ഞിട്ട് 2 ഫോണിലാണ് അവള് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളെ ചെക്കനെ വിളിക്കാൻ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞങ്ങളെല്ലാവരും എണീറ്റോണ്ടിരിക്കുകയാണ്. കുറച്ച് നമ്മൾ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് സ്റ്റേ ആണ്. ഓക്കെ. പക്ഷെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ ക്യാരംസ് കളിക്കുക എങ്ങനെ പഠിപ്പിച്ച? ഇത്
ആളാവണ്ട ഇത് ഞങ്ങളുടെ അബിക്കുട്ടൻ. അതെ ഇന്ന് അതെ കാണികൾ തൊട്ടുകളി കളിക്കുന്നു അവിടെ. അപ്പൊ ഞങ്ങൾ കണ്ട് രസിക്കുന്നു. മതിലെ കുളിക്കണ്ടല്ലോ. വൃത്തിയായ പണിയിലാണ് ഗൈസ്. ഇറങ്ങാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും കൂടി ഒറ്റ കണ്ണാടിയിൽ കാര്യം സാധിക്കുന്നു. ഫോട്ടോ എടുക്കലിന്റെ തിരക്കിലാണ്. കണ്ടില്ല കച്ചറ അമ്മായി പച്ച ഡ്രസ് ഷാമി അമ്മായി ലുക്ക് മാത്രമേ ഉള്ളൂ, ഒരു കഴിവുമില്ല. ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ എല്ലാരും കൂടി ഇരുന്നു, പക്ഷെ ആരുമില്ല ഫോട്ടോ എടുക്കാൻ. എങ്ങോട്ടത് തിരിക്കണേ? ഞാൻ സൺകിസ്ഡായിരുന്നു. റെഡിയാണ് ഗൈസ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കാണ് പോവല്ലേ ഗൈസ്? പോണ്ടേ? അടുത്ത പ്രാവശ്യം വെയിറ്റിംഗ് തരോ. ഷാമിയ എന്റെ പാന്റ് തരണ പ്ലീസ്. വ്ളോഗിൽ എടുത്ത് വെക്കടി, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടക്കം അയച്ചു. ശരി എന്നാ പോവാണ്. ഞങ്ങളും ഇറങ്ങണം. കുറച്ച് പേര് മരുതയിലൊക്കെയാണ് വീട്, നിലമ്പൂർ സൈഡ്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോകും. ഞങ്ങളൊക്കെ മഞ്ചേരി സൈഡ്. അപ്പോൾ എല്ലാവരും രണ്ട് വഴിയായിട്ട് തിരിയും, രണ്ട് ഗ്യാങ്ങായിട്ട്. അപ്പൊ ശരി എല്ലാവർക്കും. നീ കോഴിക്കോട് സൺഡേ കോഴിക്കോട് ഓക്കെ അല്ലേ? 2 hours later. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ രസം, എല്ലാവരും കൂടി ഒറ്റയ്ക്ക് കിടക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.